ശ്രീ NN കൃഷ്ണദാസ്, നിങ്ങളുടെ പാലക്കാട് എന്താണ് സംവദിക്കുന്നത്, എന്താണ് പറയുന്നത്? തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ എന്തൊക്കെ രാഷ്ട്രീയ പ്രക്രിയകളാണ് അലയടിക്കുന്നത്? ഈ രണ്ട് പത്രത്തെ സെലക്ട് ചെയ്തത് അടക്കം കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് CPIM-ന് LDF-ന് മറുപടി ഉണ്ടോ? പാലക്കാട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഡോക്ടർ P. സരിൻ ഉറപ്പായും വിജയിക്കും എന്ന ഒരു മേളം തന്നെയാണ്. LDF-ന് അനുകൂലമായിട്ടുള്ള ഒരു ഒഴുക്ക് തന്നെയാണ് പാലക്കാട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. LDF വിജയിക്കും, ഡോക്ടർ സരിൻ വിജയിക്കും എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് UDF-ൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വെപ്രാളങ്ങൾ. അവർക്ക് സമനില തെറ്റിയതുപോലെയാണ് അവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ സാധാരണഗതിയിൽ നോക്കുന്നത് ഞങ്ങൾക്ക് എത്രത്തോളം അനുകൂലമായിട്ടുള്ള സ്ഥിതിയുണ്ട് എന്ന് ഞങ്ങളുടെ ക്യാമ്പിനേക്കാളും കൂടുതൽ നിങ്ങൾക്കൊരു കണ്ണാടി പിടിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുക എതിർ ക്യാമ്പിൽ ഉണ്ടാകുന്ന അങ്കലാപ്പ് നോക്കിയിട്ടാണ്. ഇങ്ങനെ UDF ഒരു തെരഞ്ഞെടുപ്പിൽ അങ്കലാപ്പിലായിട്ടുള്ള ഒരു പ്രകടനം, അവരുടെ മുഖത്തുള്ള പരിഭ്രമം, ആ ക്യാമ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അങ്കലാപ്പുകളും പരിഭ്രമങ്ങളും നിശ്ചയദാർഢ്യമില്ലായ്മയും എന്താണ് ചെയ്യേണ്ടത് എന്ന നിശ്ചയമില്ലായ്മയും ഇങ്ങനത്തെ ഒരു തരം അലങ്കോല അവസ്ഥ UDF-ൽ സംഭവിച്ചു കഴിഞ്ഞു. ഇത് തെളിയിക്കുന്നത് LDF മുന്നേറി, LDF ഇവിടെ വിജയിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അജിംഷ ചോദിച്ചതിൻ്റെ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ത് സംഭവിക്കുന്നു പാലക്കാട് എന്നത് LDF വിജയിക്കാൻ പോകുന്നു. അതിൻ്റെ വെപ്രാളം UDF അടക്കി വയ്ക്കാൻ പറ്റാത്ത വിധത്തിൽ പുറത്തേക്ക് വിടുന്നു എന്നതാണ്. ഇതാണ് ഇന്ന് പാലക്കാട്ടെ അവസ്ഥ. LDF-ൻ്റെ അനുകൂലമായിട്ടുള്ള ഒരു ഒഴുക്ക് തന്നെ പാലക്കാട് ഉണ്ടായിരിക്കുന്നു. ഇത് പാലക്കാട് മാത്രമല്ല, കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിക്കുന്ന അവസ്ഥ ഇതോടുകൂടി ഉണ്ടാവും. കേരളത്തിൻ്റെ കുറച്ച് കാലത്തെ, ഒരു അരനൂറ്റാണ്ട് കാലത്തെ എങ്കിലും കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ ഉപതെരഞ്ഞെടുപ്പുകളാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ മുന്നേറ്റങ്ങളുടെ ദിശാബോധം നിർണയിച്ചിട്ടുള്ളത്. ഉദാഹരണത്തിന് 1980 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപപ്പെടുന്നതിന് അനുകൂലമായ സാഹചര്യം തന്നെ രൂപപ്പെട്ടത് 4 അസംബ്ലി മണ്ഡലങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളായിരുന്നു. ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളാണ് ഏത് കാലത്തും കേരളത്തിൻ്റെ രാഷ്ട്രീയ ദിശാബോധത്തെ നിർണയിച്ചിട്ടുള്ളത്. കേരളത്തിൻ്റെ രാഷ്ട്രീയം മാറാൻ പോവുകയാണ്. UDF തകരുന്നു, BJP തകരുന്നു, LDF കേരളത്തിൽ ഏറ്റവും ജനപിന്തുണയുള്ള ഒരു പ്രസ്ഥാനമായി മാറുന്നു. അതിനനുകൂലമായിരിക്കും ചേലക്കരയിലും പാലക്കാട്ടും ഉള്ള ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം കേരളത്തിലുണ്ടാവുക. വയനാട്ടിലുൾപ്പെടെ LDF-ന് ഒരു മുന്നേറ്റം തന്നെയാവും ഉണ്ടാവുക. ഇങ്ങനെ കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യാദൃച്ഛികമായി സംഭവിച്ച UDF-ൻ്റെ വിജയം ജനങ്ങൾ തിരസ്കരിക്കുകയും LDF-ന് അനുകൂലമായിട്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികൾ തന്നെ മാറുകയും ചെയ്യുന്ന ഫലമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വരുന്നതോടുകൂടി സംഭവിക്കുക. ഇതാണ് കേരളത്തിൽ കൃഷ്ണദാസ്, ഈ രണ്ട് പത്രത്തിൽ ദേശാഭിമാനിയിൽ നൽകാതെ പാലക്കാട്ട് വന്നു നിൽക്കുന്ന ഏതൊരാൾക്കും സന്ദീപിനെയും സരിനെയും ഒരേ നുഖത്തിൽ കെട്ടുന്നതുമായ രാഷ്ട്രീയ വിമർശനങ്ങൾക്കുള്ള മറുപടി ഉണ്ടോ? LDF ഇഷ്ടമുള്ള പത്രങ്ങളിലൊക്കെ പരസ്യം കൊടുക്കും. അതൊക്കെ ചോദ്യം ചെയ്യാൻ UDF ആരാ? ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പത്രങ്ങളിൽ പരസ്യം കൊടുക്കും. ആ പരസ്യത്തിൻ്റെ ഉള്ളടക്കത്തോട് വിയോജിപ്പുണ്ടെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്കോ നമ്മുടെ രാഷ്ട്രീയ സദാചാര മൂല്യങ്ങൾക്കോ എതിരാണെങ്കിൽ UDF-ന് അവരുടെ അഭിപ്രായം പറയാം. അതിൻ്റെ അപ്പുറത്ത് ഞങ്ങൾ ഏത് പത്രത്തിൽ പരസ്യം കൊടുക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശമൊക്കെ ഞങ്ങൾക്ക് മാത്രമാണ്. ഞങ്ങൾ അതിനൊന്നും ഒരു പുല്ല് വില കൽപ്പിക്കുന്നില്ല. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പത്രത്തിൽ ഞങ്ങൾ പരസ്യം കൊടുക്കും. വസന്ത്, അദ്ദേഹം പറയട്ടെ, ഞങ്ങൾ ഇഷ്ടമുള്ള പത്രത്തിൽ പരസ്യം കൊടുക്കും. അതൊക്കെ എന്താണ് ആ പത്രത്തിനുള്ള അയോഗ്യത താങ്കൾ പറഞ്ഞില്ലല്ലോ. ശ്രീ കൃഷ്ണദാസ് പറയട്ടെ, താങ്കളുടെ സമയത്ത് അദ്ദേഹം ഇടപെട്ടില്ല. ശ്രീ വസന്ത് സരി, താങ്കളുടെ സമയത്ത് അദ്ദേഹം ഇടപെട്ടില്ല. ആ ജനാധിപത്യ മര്യാദ കാണിക്കും. ഇതൊരു ഡെമോക്രാറ്റിക് ആംബിയൻസിലല്ലേ നമ്മൾ. ഞെട്ടിക്കുന്ന പ്രതികരണം. എന്താണ് ഞെട്ടിക്കുന്ന പ്രതികരണം?
അല്ലല്ല, ഒരു കമ്മ്യൂണിസ്റ്റ് പറയാണ്, കമ്മ്യൂണിസ്റ്റ് എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. അയാൾ പറയാണ് അപ്പൊ ദേശാഭിമാനി കൊടുത്തില്ല, കമ്മ്യൂണിസ്റ്റ് പത്രമായ ദേശാഭിമാനി കൊടുത്തില്ല, കമ്മ്യൂണിസ്റ്റ് പത്രമായ ദേശാഭിമാനി നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് അദ്ദേഹം പറയാണ്. പാലക്കാട് ജില്ലയിലെ അങ്ങനെ പറഞ്ഞില്ലല്ലോ. ശരി ശരി, താങ്കളുടെ വാദം താങ്കളുടെ സമയത്ത് പറയാം. ശ്രീ എൻ എൻ കൃഷ്ണദാസ്, ഇതിലെ കണ്ടന്റ്, നിങ്ങൾ പത്രത്തിൽ നൽകിയ കണ്ടന്റ് ശരിവെക്കുന്നതാണോ ഈ സന്ദീപ് വാര്യരുടെ അമ്മയുടെ വാഗ്ദാനം RSS ഇതിലേക്ക് എത്തിക്കുന്നത്? എനിക്ക് ഈ UDFിൻ്റെ പ്രതിനിധി ആരാന്ന് മനസ്സിലായിട്ടില്ല. മനസ്സിലാവാത്തത് എൻ്റെ കുറ്റമല്ല, ഞാനിവിടെ TV ഇരിക്കുന്നിടത്തല്ല ഇരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങളുടെ TV സ്ക്രീൻ ഞാൻ കാണുന്നില്ല. എനിക്ക് ആരോ ആയിക്കോട്ടെ, അദ്ദേഹം ബഹുമാനായിട്ടുള്ള UDFിൻ്റെ പ്രതിനിധി. UDF എത്രത്തോളം അലങ്കോലപ്പെട്ടിരിക്കുന്നു, എത്രത്തോളം പരിഭ്രമിച്ചിരിക്കുന്നു, അവരുടെ നില തെറ്റിയിരിക്കുന്നു, അവരുടെ സമനില തെറ്റിയിരിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ ഈ പരിഭ്രമങ്ങളും ഈ അപക്വമായിട്ടുള്ള ഇത്തരം പ്രതികരണങ്ങളും കാണിക്കുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല, UDFിൻ്റെ പ്രതിനിധി ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെ പെരുമാറേണ്ടി വരുന്നത്. എത്രത്തോളം UDF അടിപതറിയിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ക്ഷമയില്ലാതെ. ഇത് ശരിയല്ല. അദ്ദേഹം പറയട്ടെ, അദ്ദേഹം ഒരു സീനിയർ നേതാവാണ്. അദ്ദേഹത്തിന് പറയാനുള്ള അഭിപ്രായം പറയുന്ന സമയത്ത് ഇടപെടരുത്. അതൊരു മര്യാദയാണ്. താങ്കൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇടപെട്ടില്ല. ശ്രീ എൻ കൃഷ്ണദാസ്, ദയവായി തുടരൂ. ശ്രീ പ്ലീസ്. എൻ കൃഷ്ണദാസ്, ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയുന്നില്ല. ഇതാണ് UDFിൻ്റെ അവസ്ഥ. ഈ മനുഷ്യരുടെ സമനില തെറ്റിപ്പോയാൽ, പരിഭ്രമിച്ചു പോയാൽ പിന്നെ ചെയ്യുന്നതൊക്കെ അബദ്ധങ്ങളായിരിക്കും. ആ അബദ്ധമാണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പെരുമാറിക്കൊണ്ടിരിക്കുന്നതും. സമനില തെറ്റിയിരിക്കുന്നത് UDFിൻ്റെ, പാലക്കാട്ടെ UDFിൻ്റെ മനോനിലയുടെ പരിച്ഛേദമാണ് ഇദ്ദേഹം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് പാലക്കാട്ടെ UDFിൻ്റെ അവസ്ഥ. അപ്പോൾ അത് അദ്ദേഹം തന്നെ പ്രകടിപ്പിച്ചതിന് ഞാൻ അദ്ദേഹത്തോട് നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ പറയുന്നത്, ഈ പത്രങ്ങളിൽ അദ്ദേഹം ഉന്നയിച്ച് ഞങ്ങൾക്ക് തോന്നിയ പത്രങ്ങളിലൊക്കെ ഞങ്ങൾ പരസ്യം കൊടുക്കും. അതൊന്നും ചോദ്യം ചെയ്യാൻ ഒരാളെയും ഞങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടില്ല. ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങൾ പരസ്യം കൊടുത്ത പത്രങ്ങളിൽ പരസ്യപ്പെടുത്താനേ ഞങ്ങൾ നിശ്ചയിച്ചത്. അത് ഞങ്ങളുടെ അവകാശം, ഞങ്ങളുടെ തോന്നൽ. ഞങ്ങൾക്ക് തോന്നിയ പത്രങ്ങളിലൊക്കെ ഞങ്ങൾ പരസ്യം കൊടുക്കും. നിയമപരമായിട്ട് എന്തെങ്കിലും ഇതിനെ ചലഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിയമപരമായിട്ട് ഞങ്ങൾ ചലഞ്ച് ചെയ്യാം. രാഷ്ട്രീയമായിട്ട് ഈ പരസ്യത്തിൻ്റെ ഉള്ളടക്കത്തിൽ ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്ന രാഷ്ട്രീയ സദാചാര മൂല്യങ്ങളെ ലംഘിക്കപ്പെട്ടുവെങ്കിൽ നിങ്ങൾക്ക് വിമർശനം ഉന്നയിക്കാം. ഈ പരസ്യത്തിൻ്റെ കണ്ടൻറ്റിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഞങ്ങൾക്ക് തോന്നിയ പത്രങ്ങളിൽ ഞങ്ങൾ പരസ്യം കൊടുക്കും, തോന്നിയ ചാനലുകളിൽ ഞങ്ങൾ പരസ്യം കൊടുക്കും. അത് ഞങ്ങളുടെ ഇഷ്ടം, ഞങ്ങളുടെ അവകാശം, ഞങ്ങൾക്ക് തോന്നിയതിൽ. ഇതിനോടനുബന്ധമായിട്ട് പറയാനുള്ളത്, ഈ പരസ്യം വന്ന 2 പത്രങ്ങൾ അധമ പത്രങ്ങളാണ്, സമൂഹത്തിൽ സ്വീകാര്യതയില്ലാത്ത പത്രങ്ങളാണ് ഇത് UDFിൻ്റെ അഭിപ്രായം. അത് അവരുടെ സ്വന്തം, ഞങ്ങളങ്ങനെ കണക്കാക്കുന്നില്ല. ഞങ്ങൾ ഈ കേരളത്തിലെ എല്ലാ പത്രങ്ങൾക്കും അച്ചടിച്ച് പ്രസിദ്ധപ്പെടുത്തുന്ന എല്ലാ പത്രങ്ങൾക്കും തുല്യമായിട്ടുള്ള പരിഗണന കൊടുക്കുന്ന പത്രങ്ങളാണ്, നിലപാടാണ് ഞങ്ങളുടെ. ഈ പത്രം വന്ന 2 പത്രത്തിലെ പരസ്യമാണല്ലോ അവർക്ക് പ്രശ്നം സൃഷ്ടിച്ചിട്ടുള്ളത്. അത് ഈ പരസ്യം വന്ന 2 പത്രങ്ങൾ അധമ പത്രങ്ങളാണ് എന്ന് UDFിന് അഭിപ്രായം ഉണ്ടെങ്കിൽ എൻ്റെ ബഹുമാനായിട്ടുള്ള സുഹൃത്ത് അദ്ദേഹം പറയട്ടെ, ഈ 2 അധമ പത്രങ്ങളിൽ നിങ്ങൾ എന്തിനു പരസ്യം കൊടുത്തു എന്ന് അദ്ദേഹം ചോദിക്കട്ടെ. ആ പത്രങ്ങൾ അധമ പത്രങ്ങളാണെന്ന് അദ്ദേഹം പരസ്യമായിട്ട് പറയട്ടെ. ഞങ്ങളെല്ലാ പത്രങ്ങളെയും തുല്യമായിട്ട് കണക്കാക്കുന്നവരാണ്. ഞങ്ങൾ പത്രങ്ങളിൽ പരസ്യം കൊടുക്കുന്നത് ഞങ്ങളുടെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. തീർച്ചയായും ഞാൻ തിരിച്ചെത്താം.